ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലും പ്രോബ്ലം മനസ്സിലാവാനുണ്ടോ, ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലാവാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഏതെങ്കിലും ഒരു ആൻസർ പറ, ഒന്നുകിൽ ഉണ്ട് പറ, ഇല്ലെങ്കിൽ ഇല്ല പറ, എന്തെങ്കിലും ഒന്ന് പറ, വെറുതെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ. ഇവിടെ 10-21 ആളുണ്ട് ക്ലാസ്സിൽ. ഇത്രയും ആളോട് ചോദിക്കുന്നത് കേൾക്കാത്ത ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ലല്ലോ. മക്കളെ എങ്ങനെ സാധിക്കുന്നു ഇത്രയും ചോദിച്ചിട്ട് ഒരു ബായ് തുറക്കാൻ പോലും പറ്റാത്ത എങ്ങനെ? മനസ്സിലായി സാർ. ആകെ ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ കാര്യം അതുവരെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തെല്ലാം ഇരിക്കുന്നു? നിങ്ങൾ വായിക്കുന്ന സെലോടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആരെങ്കിലും? ആകെ ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലായനോ ഇല്ലയോ എന്നാണ്. അതുവരെ പറയാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ക്ലാസ്സിൽ ഇരിക്കുന്നത്? അവസാനത്തെയാണ് ചെറിയ ഡൗട്ട്. എന്താ ആകാശ ഡൗട്ട്? റേഡിയസിന്റെ എവിടെ ഡൗട്ട് വന്നത് പറഞ്ഞോ. റേഡിയസ് മാറിയത് റേഡിയസ് മാറിയതാ? ഓക്കെ, അതായത് റേഡിയസ് മാറിയത് ലാസ്റ്റ് സെക്ഷനല്ല ഉദ്ദേശിച്ചത്? ലാസ്റ്റ്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് വെലോസിറ്റി അറ്റ് 4 സെന്റിമീറ്റർ ഫ്രം ദ വോൾ ആണ്, റൈറ്റ്? ഇതിന്റെ ബിഗിനിങ്ങിലെ ഡെറിവേഷൻ നോക്കിയാൽ അതിന് കറക്റ്റ് മനസ്സിലാവും. അതായത് ഇതിന്റെ ബിഗിനിങ് ഡെറിവേഷനിൽ ഞാൻ പറഞ്ഞത് ഈ ആറ് മെഷർ ചെയ്യുന്നത്, റേഡിയസ് മെഷർ ചെയ്യുന്നത് ഈ സെൻട്രൽ ലൈൻ വെച്ചിട്ടാണ്. ഓക്കെ, സെൻട്രൽ ലൈനിൽ നിന്നാണ് നമ്മൾ ആറ് മെഷർ ചെയ്യുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആറ് മെഷർ ചെയ്യുന്ന സെൻട്രൽ ലൈനിനാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ വാൾ സർഫസിന് 4 സെന്റിമീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ സപ്പോസ് ഇതാണ്, ഈ ഡിസ്റ്റൻസ് ആണ് 4 എങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്രയാ വെലോസിറ്റി എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഇക്വേഷനിൽ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സെൻട്രൽ ആക്സിസ് നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഇത് 4 തന്നിട്ടുണ്ട്, ടോട്ടൽ റേഡിയസ് 10 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആറ് എത്ര വരും? 6 സെന്റിമീറ്റേഴ്സ് വരും, റൈറ്റ്? ആ ഒരു കണക്കിലാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ 10 ഡയമീറ്റർ 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ടാണ് 6 സെന്റിമീറ്റർ എടുക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും എല്ലാം മനസ്സിലായി? ഓക്കെ, അടുത്ത പ്രോബ്ലം തരുമ്പോൾ മാത്രം ഒന്നും മനസ്സിലായില്ല സാറിന് വായി മുട്ടിയിരുന്ന കേട്ടോ. ആരെങ്കിലും വീട്ടിൽ കൊണ്ടു തരും ചെയ്യാനൊക്കെ. നോക്ക്, നമ്മൾ ഇത്രയും നാളുണ്ട് ഇത് ഇന്നലെ വരെ ഡിസ്കസ് ചെയ്തതൊക്കെ ലാമിനാർ ഫ്ലോ ആണ്, അല്ലെങ്കിൽ വിസ്കസ് ഫ്ലോ എന്നുള്ള കൺസെപ്റ്റിലാണ്. ഓക്കെ, ലാമിനാർ ഫ്ലോന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഹൈഗൻ പോയ്സന്റെ ഇക്വേഷൻ അല്ല അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചത്. എന്തായിരുന്നു ഹൈഗൻ പോയ്സന്റെ ഇക്വേഷൻ? അമിത്, എന്താ ഹൈഗൻ പോയ്സന്റെ ഇക്വേഷൻ? അമിത് സാർ ഉണ്ട്. എന്നാ പറ, എന്താണ് ഹൈഗൻ പോയ്സന്റെ ഇക്വേഷൻ? എന്താ? അവിടെ ഉണ്ട് എന്ന് പറയാൻ മാത്രം മൈക്ക് ഓൺ ആക്കാനല്ല പറഞ്ഞേ, ബാക്കിയും കൂടി പറയാൻ പറഞ്ഞേ. സാർ P1 മൈനസ് P2 ബൈ റോ ജി അല്ലേ? V1 minus P2 by rho g. V1 minus V2 by rho g equal to 32 mu u bar L by. പരിധി കിട്ടിയിട്ടില്ലേ സാർ? എന്ത് പരിധിയില്ല സാർ.
ഇന്നലെ ഇട്ട സ്ലൈഡ് വൃത്തിയായിട്ട് നോക്കി കൂടെ ആർക്കുണ്ടോ മക്കളെ? നോക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് തന്നത്. ഒരു സെക്ഷൻ അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ലാമിനാർ ഫ്ലോന്റെ കേസസിൽ നിങ്ങൾക്ക് ഒരു സെക്ഷൻ അങ്ങനെയാണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ എവിടെ ഏത് ഫ്ലോ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം എപ്പോഴും. അതിന് റെസ്പോൺസ് ലാമിനാർ ആണെങ്കിൽ ലാമിനാറിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും, ടർബുലന്റ് ആണെങ്കിൽ ടർബുലന്റ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. എങ്ങോട്ടേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടർബുലന്റ് ഫ്ലോ ആണ്. ഓക്കെ, ടർബുലന്റ് ഫ്ലോ എന്താണ് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും ടർബുലന്റ് ഫ്ലോ ഫുള്ളി റാൻഡം മിക്സ്ഡ് അപ്പ് ആയിട്ട് പോകുന്ന ഒരു മോഷൻ, ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ് എന്താ പറയുക ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു പൈപ്പ് ഹോളിന്റെ കേസാണ് നമ്മൾ റെനോൾഡ്സ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞത് ടർബുലന്റ് ഫ്ലോ. ഒരു സർക്കുലർ പൈപ്പിന്റെ ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ റെനോൾഡ്സ് നമ്പർ എത്രയായിരിക്കണം? റെനോൾഡ്സ് നമ്പർ എത്രയാണ് വരിക? Greater than 4,000. Greater than 4,000 വരും, റൈറ്റ്? ഓക്കെ, ഗ്രേറ്റർ ദാൻ 4,000 ആകുമ്പോഴാണ് എന്ത് വരിക ടർബുലന്റ് ഫ്ലോ എന്ന് പറയാം. സോ ഈ ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ നമ്മൾ ലാമിനാറിൽ കണ്ടുപിടിച്ച പോലെ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം പ്രോബ്ലം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻസ് കാണാനുള്ള ഇക്വേഷൻസ് നോക്കണം. അതിനാണ് ചെയ്യാൻ പോണത്. സോ ഒരു ഇവിടെ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്, ദ വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ ഇതിന്റെ ലാമിനാറിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അഡ്ജസ്റ്റന്റ് പൈപ്പ് വാളിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് എന്തായിരിക്കും? 0 വെലോസിറ്റി ആയിരിക്കും. സെൻട്രലിലേക്ക് വരുന്നതനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. സോ ദർ വിൽ ബി എ വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഒരു ഷിയർ ഫ്ലോ ഉണ്ടാവും ഡ്യൂ ടു ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും ഡ്യൂ ടു വിസ്കോസിറ്റി. സോ ഈ ഷിയർ സ്ട്രെസ് കാരണം എന്തുണ്ടാവും? ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് കാരണം എന്താ? ഒരു റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. നമ്മൾ നോർമലി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യണം. സോ ഈ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഡിക്രീസ് വരും. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹെഡിൽ ഡിക്രീസ് വരും. ആ തരത്തിൽ നമ്മൾ ലാമിനാർ ഫ്ലോയിൽ കണ്ടുപിടിച്ചതാണ് എന്ത്? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ലാമിനാർ ഫ്ലോ. എന്ത് റിലേറ്റഡ് ആയിട്ട്? ഹേഗൻ പോയ്സന്റെ ഇക്വേഷൻ ആയിട്ട്. സോ അതുപോലെ ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ നമ്മൾ എത്രയാണ് ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ പോവാണ്. Okay, so actually this frictional resistance for a turbulent flow will depends upon, it will be proportional to V raised to n. That's n varies from 1.5 to 2. V raised to n flow velocity ആണ് V എന്ന് ഉദ്ദേശിക്കും. So V raised to n proportional ആയിരിക്കും. Then proportional to density of the fluid, proportional to area of the surface contact. Then it will be independent of the pressure and depend on the nature of the surface contact. Okay, കാരണം ഇതൊക്കെ nature of surface contact ഒക്കെ viscosity dependent ആണ്. റൈറ്റ്. സോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ആണ്? വി റേസ് ടു n, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഏരിയ ടു സർഫസ് കോണ്ടാക്ട്, ദെൻ നേച്ചർ ഓഫ് ദി സർഫസ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ഡിപ്പെൻഡ് ആണ്? എന്ത്? ഫ്രിക്ഷണൽ ലോസസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. എത്രത്തോളം ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടോ അത്രത്തോളം ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും ഡ്യൂ ടു ദിസ് വിസ്കസ് ആക്ഷൻ വൈൽ എ ടർബുലന്റ് ഫ്ലോ ഈസ് ഫ്ലൂയിങ് ത്രൂ എ സർക്കുലർ പൈപ്പ്. ഓക്കെ, ഇനി അതിനുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. എന്തിന്? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് HF. ഓക്കെ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF. അതിനുള്ള ഒരു ഇക്വേഷൻ എവിടെ? ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ. സോ ഇനീഷ്യലി ഞാൻ ഒരു സർക്കുലർ പൈപ്പ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനീഷ്യലി ഒരു സർക്കുലർ പൈപ്പ് കൺസിഡർ ചെയ്തു. അതിന്റെ രണ്ട് ഫ്ലോ ഈസ് ടേക്കിംഗ് ഫ്ലോസ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഫ്ലോ ടേക്സ് പ്ലേസ് നടക്കുന്നുണ്ട്. അതിനകത്ത് രണ്ട് സെക്ഷൻ ഞാൻ എടുത്തു. ഫസ്റ്റ് സെക്ഷൻ, ദെൻ സെക്കൻഡ് സെക്ഷൻ. സോ ഈ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റിലാണ് ഫ്ലോ നടക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ P1 V1 will be the pressure and velocity at this section, and P2 V2 will be the pressure and velocity at this second section. L is the total length in between the section 1 and 2, and small d is the diameter of the pipe. Then F dash quantity ഉണ്ട്. F dash, that is frictional resistance. നമ്മൾ എത്രത്തോളം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടെന്നാണ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ ആൻഡ് പെർ യൂണിറ്റ് വെലോസിറ്റി. നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടല്ലോ, അതിനാണ് വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ഇപ്പൊ ഇതാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? പൈ ഇൻറ്റു ഡി, ദാറ്റ് പെരിമീറ്റർ ഇൻറ്റു ദിസ് ലെങ്ത്. പൈ ഡി എൽ വിൽ ബി ദ ടോട്ടൽ wetted area. Okay, so friction F dash is the quantity. What is the frictional resistance per unit wetted area per unit velocity? Okay, then HF is the head loss due to friction. So ഈ HF ന്റെ വാല്യൂ ആണ് നമ്മൾ അതിന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്തു? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ P1 by rho g
plus v1 square by 2g plus z1 equal to p2 by rho g plus v2 by rho v2 square by 2g plus z2 plus h of. ഈ ഫോർമുല നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ, ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈ പ്രഷർ ഹെഡ് ടേംസ് മാത്രമേ വരും, എനർജി ടേംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ ദർ വിൽ ബി എ ലോസ് ഓഫ് ഹെഡ്. അതും കൂടെ എവിടെ വരും? എക്സിറ്റ് കണ്ടീഷന്റെ കേസിൽ ഈ ലോസ് ഓഫ് ഹെഡും റിമൈനിങ് ഇല്ല എനർജിയും കൂടി കമ്പയർഡ് ആയിരിക്കും എന്ത്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇനീഷ്യൽ ടോട്ടൽ ഹെഡ്. ഓക്കെ, ഇത് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇക്വേഷൻ എന്താണെന്ന് റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ. ഇനി ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത പൈപ്പ് എന്താ, ഒരു ഹോറിസോണ്ടൽ പൈപ്പാണ്. സോ ഹോറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. Z1 ഈക്വൽ ടു Z2 ആയിരിക്കും. അതുപോലെ ഒരു കോമൺ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി വേരിയേഷൻ ഉണ്ടാവില്ല. ഈക്വൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി വിൽ ബി ഈക്വൽ at both sections, right? Section V1 will be equal to V2 ആയിരിക്കും. സോ റിമൈനിങ് ടേംസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ഇക്വേഷൻ എന്ത് വരും, P1 by rho g will be equal to P2 by rho g plus HF. Okay, P1 by rho g equal to P2 by rho g plus HF വരും. Okay, P1 by rho g is equal to P2 by rho g plus HF. So HF, head loss due to friction theorem, HF is equal to P1 by rho g minus P2 by rho g. Okay, P1 by rho g minus P2 by rho g എന്ന് വരും. ഇനി നമ്മുടെ ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എത്രയാണ് എടുക്കുക, അതായത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, ടോട്ടലി ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിക്കണം. F1 will be equal to frictional resistance per unit wetted area, അതായത് നമ്മുടെ F dash into total wetted area. ടോട്ടൽ വെറ്റഡ് ഏരിയ ഞാൻ പറഞ്ഞു πdl ആണ്, ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇന്ന് ഫ്ലോ ഡയറക്ഷൻ ലെഫ്റ്റും റൈറ്റിലേക്ക് പോകുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിലെ ടേമോട് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു F1 will be equal to F dash, that is frictional resistance per unit wetted area per unit velocity, into πdl into v square. Okay, ഇതിന് വേറെ ഫോമാക്കി എഴുതിയാൽ ഈ πd എന്ന് പറയുന്നത് എന്താ, പെരിമീറ്റർ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് πd എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. സോ F dash into പെരിമീറ്റർ into ലെങ്ത് into v square വരും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇനി നമ്മൾ ആ സെക്ഷനിൽ ഒരു എലമെന്റ് എടുത്തു, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻ 1, 1, 2, 2 ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഫോഴ്സ് അനാലിസിസ് നടത്തി. റൈറ്റ്, ഫോഴ്സ് അനാലിസിസ് നടത്തി എവിടെ, സെക്ഷൻ 1, 1, 2, 2 ഇൻ ബിറ്റ്വീൻ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത പോലെ തന്നെ, ലാമിനാന്റെ സെക്ഷനിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തി, ഒരു ഫോഴ്സ് അനാലിസിസ് നടത്തി. സോ ഫസ്റ്റ് സെക്ഷൻ എടുത്തു, അവിടെ വരുന്ന ഫോഴ്സ് നോക്കി. ഫസ്റ്റ് സെക്ഷനിൽ എന്താ ഫോഴ്സ് വരിക, ഈ പ്രഷർ ഫോഴ്സ് ഉണ്ടാവും P1 ഇൻറ്റു ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ P1 ഇൻറ്റു എ. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും, P2 ഇൻറ്റു എ വരും. ദെൻ ആ P2 അതിന്റെ സെയിം ഡയറക്ഷനിൽ F1 ഉണ്ടാവും. അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്ത് എന്ത് വരും, P1A ഉണ്ടാവും pressure force at the section 1, 1 and P2A into at the pressure force at the section 2, 2 and also the frictional force. So ഇതിനൊക്കെ ഒന്ന് റിസോൾവ് ചെയ്ത് എഴുതിയാൽ എന്ത് വരും, P1A minus P2A minus F1 will be equal to 0. ഒന്ന് അറേഞ്ച് ചെയ്ത് എന്ത് വരും, ഈ എഫിനെ എടുത്ത് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്തു, അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി, F dash into PL into V square and A കോമൺ ആക്കി എടുത്താൽ P1 minus P2 into A. As P1 minus P2 is equal to F dash P into LV square divided by A എന്ന് വരും. ഇനി P1 minus P2 divided by rho g നമ്മൾ HF എന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത്. P1 minus P2 by Bernoulli's equation നമ്മൾ എഴുതിയാണ് P1 minus P2 by rho g equal to HF. അല്ലെങ്കിൽ ആ rho g ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുത്തിട്ട് P1 minus P2 is equal to rho g HF എന്ന് എഴുതിയിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ഒന്ന് ഇതിലേക്ക് ഈ ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് ഈ കൺസെപ്റ്റിലേക്ക് ഒന്ന് കൊടുത്താൽ rho g HF will be equal to F dash PLV square by A. F dash PLV square divided by A എന്ന് വരും. So HF will be equal to F dash by rho g into P by A. അതായത് rho g റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വലിയ
മനസ്സിലാക്കി എടുക്കേണ്ട ഡെറിവേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് എഴുതുക. ഓക്കെ, സോ ഈ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്, ഫെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ടർബുലന്റ് ഫ്ലോന്റെ ഡെറിവേഷൻസ് ചോദിക്കാണ്ട്, അല്ലെങ്കിൽ അതുവരെ റിലേറ്റ് ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. സോ HF will be equal to F dash by rho G into P by A into L into V square വന്നു. ഇനി ഇത് ഞാൻ പറഞ്ഞു പി എ പെരിമീറ്റർ ആണ്, എ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ്. ഓക്കെ, സോ പി ഇസ് ദ വെറ്റഡ് പെരിമീറ്റർ ഡിവൈഡ് ബൈ ഏരിയ. ഈ പി ബൈ എനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇക്വേഷനിലേക്ക് നോക്കി. ഏത് സർക്കുലർ ഫ്ലോന്റെ കേസിൽ നമ്മൾ സർക്കുലർ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ സർക്കുലർ ഫ്ലോന്റെ കേസിൽ, ഓക്കെ, സർക്കുലർ ഫ്ലോ കൺസിഡർ ചെയ്യുന്നുണ്ട്. സർക്കുലർ ഫ്ലോന്റെ കേസിൽ ഞാൻ നോക്കി വെറ്റഡ് പെരിമീറ്റർ എത്രയാ, പൈ ഡി ആണ്. സർക്കുലർ ട്യൂബിന് പൈ ഡി ആണ് പെരിമീറ്റർ. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 5/4 d സ്ക്വയർ ആണ്. ഓക്കെ, പൈ ഡി ആണ് ക്രോസ് സെക്ഷൻ ഏരിയ, 5/4 d സ്ക്വയർ ആണ്. സോ ഇക്വേഷൻ എന്താവും, പി ബൈ എ ഇസ് ഈക്വൽ ടു 4/d എന്ന് വരും. പി ബൈ എ ഇസ് ഈക്വൽ ടു 4/d. ഈ പി ബൈ എ വാല്യൂ നമുക്ക് കിട്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എച്ച് എഫ് എന്ത് വരും, എച്ച് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഡിവൈഡ് ബൈ റോ ജി, എഫ് ഡാഷ് ഡിവൈഡ് ബൈ റോ ജി ഇൻറ്റു 4/d into 4/d into L into V square. F dash by rho G into 4/d into L into V square എന്ന് വരും. ഓക്കെ, ദെൻ ഇതിനൊന്ന് ഓർ അറേഞ്ച് ചെയ്ത് എഴുതുക. എഫ് ഡാഷ് ബൈ റോ ജി ഒന്നിച്ച് എഴുതി 4FL V square 4L V square by D എഴുതി, 4L V square by D. ഇനി ഇവിടെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം മാറുന്നുള്ളൂ. ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഡെറിവേഷൻ്റെ അകത്ത് ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ചേഞ്ചിലാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ വെലോസിറ്റിനെ നമ്മൾ ഡെൻസിറ്റി ആയി ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു ടേമിലേക്ക് എഴുതി. അതാണ് സ്മോൾ എഫ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു സ്മോൾ എഫ് ബൈ 2 ആയിരിക്കും. എഫ് ഡാഷ് ബൈ റോ എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ ഡെറിവേഷൻ എഴുതുന്നതിന്റെ സമയത്ത് ഒരു വേരിയേഷൻ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ സ്ട്രെസ് ചെയ്തിട്ട്. ഓക്കെ, എഫ് ഡാഷ് ബൈ റോ ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ബൈ 2 ആയിരിക്കും. എഫ് ഡാഷ് ബൈ റോ ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ബൈ 2 ആയിരിക്കും. ഈ സ്മോൾ എഫ് നമ്മൾ എന്ത് പറയും, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, സ്മോൾ എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇക്വേഷൻ എന്താ, എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ബൈ റോന് വരെ ഞാൻ എന്ത് കൊടുത്തു, എഫ് ഡാഷ് ബൈ റോന് വരെ എഫ് ബൈ 2 കൊടുത്തു. 4 ഇൻറ്റു എഫ് ബൈ 2 ഇൻറ്റു ജി ഇൻറ്റു എൽ വി സ്ക്വയർ ബൈ ഡി വന്നു. So equation will become finally HF will become 4FL V square by 2GD. Okay, this small f ന് എന്താ പറഞ്ഞേ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ചില പ്രോബ്ലത്തിൽ ഇതാണ് തരിക, എഫ് ഡാഷ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പം എഫ് ഡാഷ് ആയിരിക്കും. അത് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിന്തിക്കുക. ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി സപ്പോസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി സ്മോൾ എഫ് ആണ്. വെറും സ്മോൾ എഫ് ആണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഫൈനലി ഇക്വേഷൻ എച്ച് എഫ് വിൽ ബി ഈക്വൽ ടു 4FL V square by 2GD. 4FL V square by 2GD എന്ന് വരും. ഈ ഇക്വേഷൻ പറയുന്ന പേരാണ് ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ. നമ്മൾ ലാമിനാറിന്റെ കേസിൽ ഹെയ്ഗൻ പോയ്സലി ഇക്വേഷൻ ഒക്കെ പറഞ്ഞതുപോലെ ടർബുലന്റ് കേസിൽ വരുന്നതാണ് 4FL V square by 2GD. ഓക്കെ, 4FLV ഇക്വേഷൻ ഓർത്ത് വെക്കണം, എത്ര ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് പ്രോബ്ലം വരുന്നതാണ്. സോ ഇക്വേഷൻ എന്തായാലും ബൈ ഹാർട്ട് ആയിട്ട് ഓർത്തിരിക്കണം. 4FLV square by 2GD. HF is equal to head loss due to friction in a turbulent flow. HF will be equal to 4FLV square by 2GD. ഇനി ചില കേസിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് പറഞ്ഞു, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു. ചില കേസിൽ ചില പ്രോബ്ലംസിൽ ഈ 4F എന്നുള്ള ടേമിനെ ഒന്നിച്ചാക്കിയിട്ട് ജസ്റ്റ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയും. സ്മോൾ എഫ് എന്തായിരുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു. ഓക്കെ, സ്മോൾ എഫ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ ഞാൻ എന്ത് ചെയ്തു, 4F എന്നുള്ള ടേമിനെ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ 4 ടൈംസ് 4F എന്നുള്ള ടേമിനെ സിംഗിൾ ടേം ആയിട്ട് വരും. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ഫാക്ടർ. Then equation will become HF is equal to FL V square by 2GD. FL V square by 2DGD. ഇത് സ്മോൾ എഫ് എഴുതുന്നില്ല, ക്യാപിറ്റൽ എഫ് എഴുതും. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ നൊട്ടേഷനായിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തന്നെ ഇട്ട് ക്യാപിറ്റൽ എഫ് എഴുതാം. ഓക്കെ, ക്യാപിറ്റൽ എഫ് ആയിരിക്കും മിക്കവാറും പ്രോബ്ലത്തിലൊക്കെ തരിക. FL ഡയറക്ട്ലി ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ചോദിക്കണമെങ്കിൽ, ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4F.
4 times the coefficient of friction. ചില കേസിൽ coefficient of friction ആണ് വരും, ചില കേസിൽ friction resistance per unit ടേം വരും, friction resistance per f dash ടേം. സോ ഏതാണോ പ്രോബ്ലത്തിൽ വരുന്നത് അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അത് എടുത്തെടുത്ത് പറയുന്നത് എപ്പോഴും തെറ്റിക്കാവുന്ന ഒരു ചാൻസ് ഉള്ള സ്ഥലമാണ്. സോ ദെൻ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം FL V square. ഫ്രിക്ഷൻ ഫാക്ടറിന്റെ ടേംസിലാണ് പറയുന്നുണ്ടെങ്കിൽ head loss due to friction in case of a turbulent flow while it is flowing through a constant area duct, the head loss due to friction will be equal to FL V square by 2GD. FL V square by 2GD, where F is the friction factor. And if you are saying in terms of coefficient of friction, then equation will become HF is equal to 4FLV square by 2GD. Okay. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണ്? ഈ ഡെറിവേഷൻസ് പറഞ്ഞ ഇക്വേഷൻസ് ഡെറിവേഷൻസ് മനസ്സിലായിനോ? ഓക്കെ ആണ്, പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഖിൽ, അമിത്, അനിരുദ്ധ്, കാർത്തിക്, ലാദിൻ, ഷഹസാദ്, മുബ്താസിം, അസഫ്, ഫർദീൻ, ഫത്തേ, സമ, Present, sir. സിയാൻ, മുഹമ്മദ് സിയാൻ, നിഷാദ്, നിവേദ് കുമാർ, പ്രത്യുഷ്, രാഹുൽ, സരുൺ, സൗരാഗ്, സൗരവ് ശ്രീജിത്ത്, സൗരവ് കുറെ ആയല്ലോ ക്ലാസ്സിൽ ഇങ്ങനെ ആബ്സെന്റ് ആവുന്നു. ശ്രീരാഗ് വിജയൻ, വിഷ്ണു AP, വിഷ്ണു N, വിഷ്ണു മാധവൻ ഉണ്ടല്ലോ. ഇതെന്താ കഴിഞ്ഞ ഓവറിൽ ഇങ്ങനെയായിരുന്നല്ലോ, ഓണാക്കി വെച്ചിട്ട് അറ്റൻഡൻസ് വിളിക്കുമ്പോ ഇല്ല, ഓണാക്കി വെച്ചിട്ട് പോകുന്നതാ. ധർമ്മേഷ്, ഓക്കെ, താങ്ക് യു. സാർ സാർ എന്റെ അച്ഛന്റെ ഫോണില് 1 to 3 hours ഞാൻ ആബ്സെന്റ് ആവാട്ട് മെസ്സേജ് ഉണ്ട് സാർ എല്ലാ ദിവസവും. എല്ലാ ദിവസവും? അതിന് മെസ്സേജ് ഇന്നലെ അല്ലേ പോയി? അനക്ക് 2-3 ദിവസം മുമ്പേ വന്നിന്. അത് ഫീ അടക്കാത്തോണ്ടാണ് ആബ്സെന്റ് ഇട്ടിട്ടുണ്ടാവുന്നത്. ഫീ അടക്കാത്തോടർക്ക് ആബ്സെന്റ് ഇടുമെന്ന് അന്നേ പറഞ്ഞല്ലേ. ഫീ അടച്ചിട്ടില്ലെങ്കിൽ ക്ലാസിന്റെ അറ്റൻഡൻസ് ആബ്സെന്റ് മാർക്ക് ചെയ്യാനുണ്ട്. ഇനി ഇതേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞ സ്മോൾ എഫിന്റെ ടേംസിന് ഇവിടെ 4F അല്ല, സ്മോൾ എഫ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ടേംസിൽ കൂടി എഴുതാൻ പറ്റും ഒരു ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഷിയർ സ്ട്രെസിന്റെ ടേംസിൽ. സോ ഫൈനലി നമ്മൾ എന്ത് വരും? ഇനീഷ്യലി നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ് തന്നെ എടുത്തു. P1A minus P2A is minus F1 equal to 0. ഓക്കെ, then P1 minus P2 into A is equal to എന്താ? F1 ആണ്. This is a shear stress, force due to shear stress. So it will be equal to shear stress into surface area. So shear stress will be tau 0 into surface area pi d into L വരും. ഓക്കെ, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി തരും. ഈ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. P1 minus P2 into pi by 4 d square into equal to tau 0 into pi d into L വന്നു. So both sides എന്തുണ്ട്?
5d and we can cancel that, then equation will become P1 minus P2 into d by 4 is equal to tau 0 into L. So finally P1 minus P2 is equal to 4 tau 0 L by t വരും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ചില സമയത്തിൽ പ്രോബ്ലത്തിൽ ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഓക്കെ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡെറിവേഷൻ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചുകൂടാന്ന് ഉറപ്പൊന്നുമില്ല. P1 minus P2 is equal to 4 tau 0 L by d വരും. സോ ഇക്വേഷൻ HF എന്താ? P1 minus P2 by rho g ആണ്. So P1 minus P2 by rho g equal to 4FL V square by 2GD. Okay, P1 minus P2 is equal to 4FL V square by 2G into 2GD into rho g. So P1 minus P2 നമ്മൾ ഷിയർ സ്ട്രെസിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി 4 tau 0 L by d. ഇതിനെ ഇതുമായിട്ടൊന്ന് കറസ്പോണ്ടിംഗ്ലി ഇക്വേറ്റ് ചെയ്ത് എന്താ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം, ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതിയാൽ tau 0 is equal to F V square by, ഈ എഫ് ഇവിടെ ഇട്ടേക്കണത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, കാരണം 4F തന്നെ ഇട്ടിട്ടുള്ളത് ഇക്വേഷൻ. അതിനകത്ത് ഈ 4 ക്യാൻസൽ ആയിട്ട് പോകുന്നതാണ്, 4ഉം 2ഉം കൂടി ക്യാൻസൽ ആയിട്ട് പോകുന്നതാണ്. ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം F V square by 2G into rho g വരും. Then tau 0 is equal to F rho V square by 2, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ ഫൈനലി നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ടേമിൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാം. F is equal to 2 tau 0 by rho V square, 2 tau 0 by rho V square. Okay, 2 tau 0 by rho V square. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഷിയർ സ്ട്രെസിന്റെ ടേംസിൽ ചെയ്യുന്നതാണ്. ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമ്മൾ ഫൈനലിയിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ തന്നെ കാണാൻ പറയാം, പക്ഷെ അതിൽ നമുക്ക് എന്ത് വേണം? ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഒന്നും തന്നിട്ടില്ല എന്ന് നോക്കുക. എന്ത് ചെയ്യും? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒന്നും തന്നിട്ടില്ല, നമുക്ക് തരുന്നത് ഷിയർ സ്ട്രെസിന്റെ വാല്യൂ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷനിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് HF കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള പ്രോബ്ലംസിലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പറയുന്ന പ്രോബ്ലം ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരു അറ്റ് എ ടൈം തന്നെ എന്തെങ്കിലും ഷോർട്ട് നോട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുക. ജസ്റ്റ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ എക്സാമിന്റെ സമയത്തൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ ഈസിയാണ്. ബ്രഷൊക്കെ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാം നോർമൽ പണ്ടത്തെ മോഡൽ തന്നെ കോളേജിൽ വന്നിട്ട് എഴുതേണ്ട അവസ്ഥ തന്നെ ആയിരിക്കും. ഓൺലൈനിലൊന്നും ആയിരിക്കില്ല, അപ്പൊ പഠിച്ചിട്ട് തന്നെ പോവാ. ദെൻ നമ്മൾ പറഞ്ഞു ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ ഫ്രിക്ഷണൽ ലോസസ് കാരണം എന്തുണ്ടാവുന്നു? എനർജി ലോസ്, റെസിസ്റ്റന്റ് വിസ്കോസിറ്റി കാരണം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള എനർജി ലോസ് വരും, അല്ലെങ്കിൽ പ്രഷർ എനർജിയിൽ കുറവ് വരും. അതിനാണ് നമ്മൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലോസ് ഓഫ് എനർജി. ഈ ലോസ് ഓഫ് എനർജിനെ തന്നെ നമുക്ക് മേജർ ലോസസ് ഉണ്ട്, മൈനർ ലോസസ് ഉണ്ട്. ഓക്കെ, മേജർ ലോസസ് ഉണ്ട്, മൈനർ ലോസ് ഉണ്ട്. ഇത് നമ്മളെ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ലോസസ്, ദിസ് ഇസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ലോസസിനെയൊക്കെ നമ്മൾ എന്ത് പറയും? മേജർ എനർജി ലോസസ് എന്ന് പറയും. ഓക്കെ, ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി ലോസസിനെയൊക്കെ നമ്മൾ എന്ത് പറയാ? മേജർ എനർജി ലോസസ്. ഓക്കെ, ഇനി വേറെ ചില കാരണങ്ങളുണ്ട്. ഒരു ഫ്ലൂയിഡിലൂടെ അത് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ലേറ്റർ പാർട്ടിൽ. ഓക്കെ, ദാറ്റ് വേറെ കാരണം എന്ന് വെച്ചാൽ സഡൻ എക്സ്പാൻഷൻ കൊണ്ട് പൈപ്പിന്റെ ഒരു ഇനീഷ്യലി സ്മോൾ ഡയമീറ്ററിൽ നിന്ന് ലാർജ് ഡയമീറ്ററിലേക്ക് പെട്ടെന്ന് പോയി, അതിൽ സഡൻ എക്സ്പാൻഷൻ വന്നപ്പോൾ സഡൻ എമൗണ്ട് ഓഫ് എനർജി ലോസ്, ദെൻ സഡൻ കോൺട്രാക്ഷൻ, ബെൻഡ്, ഒരു പൈപ്പിന് ഒരു ബെൻഡ് വന്ന പോയിന്റിൽ എനർജി ലോസസ് വരും, അല്ലെ പൈപ്പായിട്ട് എന്തെങ്കിലും ഫിറ്റിംഗ്സ് വരുന്ന പോയിന്റിൽ എനർജി ലോസ്, അല്ല പൈപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ട് അവിടെ എനർജി ലോസ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ലോസസ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് മൈനർ എനർജി ലോസസ്. ഓക്കെ, ഇത്രയും കാരണങ്ങൾ കൊണ്ടുള്ള എനർജി ലോസ്, ഒരു പൈപ്പ് ഫ്ലോയിൽ ഇത്രയും കാരണങ്ങൾ ഉണ്ടാകുന്ന എനർജി ലോസസ് നമ്മൾ പറയും മൈനർ എനർജി ലോസസ്. ഓക്കെ, മൈനർ എനർജി ലോസസ്. ഇനി ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി ലോസിനെയാണ് നമ്മൾ എന്താ പറയാ? മേജർ എനർജി ലോസ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി ലോസിന് നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ഈ മൈനർ എനർജി നമുക്ക് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി മേജർ ലോസിന്റെ കേസിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. ഓക്കെ, ഇനി സെക്കൻഡില് സെക്കൻഡ് ഫോർമുല എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഫോർമുലയാണ് ഈ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ളത്, ചെസീസ് ഫോർമുല. ഓക്കെ, ചെസീസ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ചെസീസ് ഫോർമുല അല്ലെങ്കിൽ ചെസീസ് ഇക്വേഷൻ എന്നൊക്കെ പറയും.
സോ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ വെക്കുമ്പോൾ എന്താ HF ഈസ് ഈക്വൽ ടു 4FL V² by 2GD. ഇനി ചില ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഷിയർ സ്ട്രെസ്സുമായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സിമിലർലി സപ്പോസ് റെനോൾഡ്സ് നമ്പർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ, സ്മോൾ എഫ് കണ്ടുപിടിക്കാൻ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അത് ലാമിനാർ ഫ്ലോന്റെ കേസിലാണെങ്കിൽ അതായത് റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ 16/RE എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒന്നും പ്രോബ്ലത്തിൽ ഇല്ല, ഷിയർ സ്ട്രെസ് തന്നിട്ടില്ല, റെനോൾഡ്സ് നമ്പർ നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ്. റെനോൾഡ്സ് നമ്പർ വാല്യൂ ലെസ് ദാൻ 2000 ആണെങ്കിൽ എന്ത് വരും? 16/RE എന്ന് വരും. 16/RE. സപ്പോസ് ഇത് ഇൻ ബിറ്റ്വീൻ 4000-ഉം 10⁶ ഇൻ ബിറ്റ്വീൻ ആണ്. അതായത് സപ്പോസ് മോസ്റ്റ് പ്രോബബ്ലി ടർബുലന്റ് ഫ്ലോന്റെ കേസിലാണെങ്കിൽ ഇക്വേഷൻ വിൽ ബിക്കം 0.079 ഡിവൈഡ് ബൈ RE raised to 1/4. 0.079 ഡിവൈഡ് ബൈ RE raised to 1/4 എന്ന് വരും. ഓക്കെ, എന്തിന്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വരുന്ന പ്രോബ്ലത്തിൽ. ഓക്കെ, ചില കേസിൽ മാത്രം ചിലപ്പോൾ ആ ഇക്വേഷൻ ഇപ്പോ ടർബുലന്റിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഈ ഇക്വേഷൻ ഒക്കെ തന്നെന്ന് വരും. 16/RE ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, അതൊന്നും ഒരിക്കലും തരാൻ പോകുന്നില്ല എന്തായാലും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി സെക്കൻഡ് മെത്തേഡ് ആണ് ചെസീസ് ഫോർമുല. ഓക്കെ, ചെസീസ് ഫോർമുല ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. സോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് എന്ത്? ഫ്രിക്ഷൻ റെസിസ്റ്റൻസിന്റെ ടേംസിൽ ഞാൻ എഴുതിയ ഇക്വേഷൻ ആയിരുന്നു HF = F' ρg into P/A into L into V² എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞു P/A നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സർക്കുലർ പൈപ്പിന്റെ കേസിൽ P/D ആണ്, A/D²/4 ആണെന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയത്. ഇനി ഇവിടെ ഈ A/P-നെ വേറൊരു ടേമിൽ പറയും. അതായത് ഏരിയ ഓഫ് ദ ഫ്ലോ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്ററിനെ A/P എന്ന് പറയുന്നതിന് വേറൊരു ടേം പറയും. അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയും. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയും. എന്തിന്? A/P എന്നുള്ള റേഷ്യോനെ. അതിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് M. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് M. സോ ഈ ഒരു ഫോർമാറ്റിൽ M എഴുതിയ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ P/A ആണുള്ളത്. സോ A/P ആണ് M. P/M എന്ന് പറയുന്നത് 1/M ആയിരിക്കും. റൈറ്റ്, 1/M ആയിരിക്കും. M-ന്റെ വാല്യൂ എന്തായിരിക്കും? D/4 ആണ്, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ്. സോ A/P = M. P/A എന്ന് പറയുന്നത് 1/M ആണ്. സോ കറസ്പോണ്ടിംഗ്ലി ഈ ഇക്വേഷൻ HF ഇക്വേഷനിലേക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? F'/ρg into LV² into 1/M എന്ന് വരും. സോ ഇതിൽ നിന്ന് ഞാൻ V² ടേമിലേക്ക് എടുത്തു. V² = HF into ρg/F' into M എന്ന് പറഞ്ഞു into 1/L. ρg divided by F' into M into HF/L. ഓക്കെ, സോ V² ആണ്. V² ഈ ഇക്വേഷൻ എഴുതിയേക്കണേ. വിക്ക് എഴുതി എന്ത് വരും? √ρg/F', √ρg/F' into M into HF/L. ഇതിനകത്ത് ഞാൻ ρg/F' സെപ്പറേറ്റ് ചെയ്തു, ബാക്കി ടേംസിനെ സെപ്പറേറ്റ് ചെയ്തു. ρg/F' എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. ρg/F' is a constant. That constant is known as Chezy's constant. Okay, Chezy's constant. ρg/F' ഞാൻ √ρg/F' നമ്മൾ പറയും Chezy's constant, represented by letter, denoted by the letter C. ഓക്കെ, പ്രോബ്ലത്തിൽ ചില സമയങ്ങളിൽ Chezy's ക്വസ്റ്റൻ ഒക്കെ വെച്ചിട്ട് ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തരാവുന്ന ക്വാണ്ടിറ്റീസ് അവർ ചിലപ്പോൾ പ്രോബ്ലത്തിൽ C തരും. അതുപോലെ ഈ പ്രോബ്ലത്തിൽ എന്തുണ്ട്? √HF/L ഉണ്ട്. ഓക്കെ, HF/L. ഈ HF/L എന്ന് പറയുന്നത് I എന്നുള്ളൊരു സിമ്പിൾ കൊണ്ട് ദാറ്റ് ഈസ് ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്. HF is the total loss of head divided by L എടുത്താൽ എന്താ വരിക? Total loss of head is the HF. So total loss of head per unit length ആണ് എന്ത്? Total loss of head per unit length of the pipe ആണ് എന്ത്? I എന്ന് പറയുന്നത്. Okay, total loss of head per unit length. So finally equation എന്തായി? ρg divided by F' എന്ന് പറയുന്നത് finally equation ρg divided by F' എന്ന് പറയുന്നത് ρg/F' എന്താ? √ρg/F' എന്ന് പറയുന്നത് C ആണ്. HF/L എന്ന് പറയുന്നത് I ആണ്. ഓക്കെ, സോ ഇക്വേഷൻ ഇവിടെയുള്ള ഇക്വേഷൻ V = √ρg/F' into √M into HF/L നെ ഞങ്ങൾ എങ്ങനെ എഴുതി? V into C√Mi.
വി ഈക്വൽ ടു സി റൂട്ട് ഓഫ് എം ഐ. ഓക്കെ, വി ഈക്വൽ ടു സി റൂട്ട് ഓഫ് എം ഐ. ഇതിനെയാണ് എന്താ പറയാ ചെസീസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ചെസീസ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈക്വേഷൻസ് ഏതെങ്കിലുമൊക്കെ പാരാമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഐ കണ്ടുപിടിച്ചിട്ടൊക്കെ എച്ച് എഫ് കണ്ടുപിടിക്കാം. ഇത് വേറൊരു മെത്തേഡിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ എ പൈപ്പ് ഫ്രം ചെസീസ് ഫോർമുല ക്യാൻ ബി ഒബ്റ്റെയിൻ. എപ്പോ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, if the velocity of the flow through pipe and also the value of c is known, that is Chassis coefficient, Chassis constant, velocity of flow in തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. ഇഫ് സർക്കുലർ പൈപ്പ് ആണെങ്കിൽ എം നമുക്കറിയാലോ d/4 ആണ്. സർക്കുലർ പൈപ്പിൽ എപ്പോഴും എം വാല്യൂ d/4 ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞ മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കണ്ടിന്യൂഷൻ. ഓക്കെ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാവാത്ത പോർഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല ഡൗട്ട്. ഓക്കെ, താങ്ക് യു.